ഒരു പെരി പെരി ചിക്കൻ റൈസ് ഉണ്ടാക്കാം. 1.5 മീഡിയം സൈസിലുള്ള തക്കാളിയും പിന്നെ 15 വറ്റൽമുളക്, ഒരു കുടം വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഊറ്റി വയ്ക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ പെരിഞ്ചീരകം, പിന്നെ 1/4 സ്പൂൺ ഗരം മസാല, ഒരു ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതിനെ വറുത്തെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 1/4 സ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാമേ. അപ്പോൾ ഞാനിവിടെ 1 കിലോയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വയ്ക്കാം. പിന്നെ ബിരിയാണി വയ്ക്കുന്ന ആ പോട്ടിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചിക്കനെ അതിലോട്ടിട്ടൊന്ന് പൊരിച്ചതുപോലെ ആക്കി എടുക്കാമേ. ഞാനിവിടെ ഈ സമയത്ത് ഒരു 1/4 കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അതിനെ നന്നായിട്ടൊന്ന് കഴുകി ഒരു 5 മിനിറ്റ് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഊറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്ത് മൊരിഞ്ഞ പരുവമല്ല, വെന്ത് നല്ല ഫ്രൈയും ആയിട്ടുള്ള ആ ഒരു പരുവത്തിനാക്കി മാറ്റിയെടുക്കാമേ. എന്നിട്ട് അതിലോട്ട് തന്നെ നമുക്ക് 2 സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് ഇഞ്ചി ചതച്ചത്, കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് നെയ്യും കൂടിയൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് അതെല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന അരിയുടെ ഇരട്ടി അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാമേ. ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതാണ് ആ വൈറ്റ് കളർ വന്നത്. അപ്പം അരിയൊക്കെ 1/4 വേവായതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനെ ചോറിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സ് ആക്കിയൊന്നും വേണ്ട. നല്ല ടേസ്റ്റുള്ള പെരി പെരി റൈസ് റെഡി ആയിട്ടുണ്ട്. ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.